ആത്മീയ സാധന കൃത്യമായി ചെയ്തു പോകുന്ന ഓരോ സാധകനും പല രീതിയിലുള്ള അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട്. ഇതിനെ ആദ്യം അനുഭവിക്കുന്നവർക്ക് ഒരു അതിശയമായി തോന്നാമെങ്കിലും ഉയർന്നു പോകുന്തോറും സാധാരണ അനുഭവമായി ഇത്തരം സന്ദർഭങ്ങളും സംഭവങ്ങളും മാറുവാറുണ്ട്. വാസിയോഗത്തെ ആർജിക്കുവാനുള്ള സാധനങ്ങൾ ചെയ്യുന്നവർക്ക് ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് ഈ വീഡിയോയിൽ വിവരിക്കുന്നത്. വാസി, ഗുരു ഈ രണ്ട് വിഷയങ്ങൾക്കുമുള്ള ഒരു പ്രധാന പരിഹാരമാണ് കാകഭുജണ്ഡർ സിദ്ധരുടെ പെരുന്നൂൽ കാവ്യം 1000 എന്ന ഗ്രന്ഥത്തിൽ ഉള്ളത്. വാസിയോഗത്തെ എളിയ മാർഗത്തിൽ ആർജിക്കുവാൻ ഭോഗർനാഥർ സിദ്ധർ ഒരു വഴി പറഞ്ഞിരുന്നു. എന്നാൽ അതിനേക്കാളും എളിയതും ഏതൊരാൾക്കും പ്രാക്ടീസ് ചെയ്യുവാൻ കഴിയുന്നതുമായ രീതിയിലാണ് കാകഭുജണ്ഡർ സിദ്ധർ ഈ രീതി എഴുതി വച്ചിരിക്കുന്നത്. ഇതിനായി ഒരു സമയം തിരഞ്ഞെടുക്കുക. ഈ പ്രാക്ടീസ് ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്ന സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട്. രാത്രി 12 മണിയും ഉച്ചയ്ക്ക് 12 മണിയും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അല്ലെങ്കിൽ സന്ധ്യകൾ എടുക്കാം. അതായത് സൂര്യോദയത്തിന് മുമ്പുള്ള 20 മിനിറ്റ്, ഉദയത്തിന് ശേഷമുള്ള 20 മിനിറ്റ്, പിന്നെ വൈകുന്നേരം അസ്തമയത്തിനു ശേഷമുള്ള 20 മിനിറ്റും അസ്തമയത്തിന് മുമ്പുള്ള 20 മിനിറ്റും ഈ പ്രാക്ടീസ് ചെയ്യുവാൻ നീക്കിവയ്ക്കുക. ഇതിനൊന്നും സമയം ലഭിക്കുന്നില്ല എങ്കിൽ ബ്രഹ്മമുഹൂർത്തം തിരഞ്ഞെടുക്കാം. അതായത് വെളുപ്പിന് 3:20 മുതൽ 3:40 വരെയുള്ള സമയമാണ് ഏറ്റവും ഉത്തമം. ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. അവിടെ സ്വസ്ഥമായി ഇരിക്കുക. ഒരു ആയാസവുമില്ലാതെ നട്ടെല്ല് നിവർത്തി തന്നെ ഇരിക്കുക. ശേഷം ഇരു കണ്ണുകൾക്കും ഇടയിലുള്ള നെറ്റിയുടെ ഭാഗത്തേക്ക് ശ്രദ്ധ ഉറപ്പിക്കുക. ഈ ഭാഗത്തെ ഭ്രൂമധ്യം എന്നാണ് വിളിക്കുന്നത്. ഈ പ്രാക്ടീസ് തുടർന്നുകൊണ്ടിരിക്കുക. ഈ ഒരു എളിയ മുറയിൽ തന്നെ വാസയോഗം സിദ്ധിക്കും എന്ന് കാകഭുജണ്ഡർ സിദ്ധർ പറയുന്നു. ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്ന സമയങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ: ഒന്നാണ് ശരീര ഊഷ്മാവ്. അതായത് ആവശ്യമില്ലാതെ ശരീരത്തിൻ്റെ ഊഷ്മാവ് വർദ്ധിപ്പിക്കരുത്. യോഗം, ധ്യാനം തുടങ്ങിയ ആത്മീയ സാധനങ്ങളിലൂടെ മാത്രമേ ശാരീരിക ഊഷ്മാവ് വർദ്ധിപ്പിക്കാവൂ. അത് വളരെയേറെ ഗുണം ചെയ്യും. എന്നാൽ മറ്റു രീതിയിൽ ഒന്നും വർദ്ധിപ്പിക്കാതെ നോക്കുകയും വേണം. കാരണം അങ്ങനെ ശാരീരിക ഊഷ്മാവ് വർദ്ധിച്ചാൽ കഫക്കെട്ട് വരുവാൻ സാധ്യതയുണ്ട്. അത് വാസിയോഗത്തെ തടയും. ഭക്ഷണത്തിൻ്റെ രീതിയിൽ മാക്സിമം ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുവാൻ ശ്രമിക്കുക. അതായത് നോൺ വെജ് തുടങ്ങിയവ കുറയ്ക്കുക. ഇത് പറയുവാൻ കാരണം ഇത്തരത്തിലുള്ള ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ ശാരീരിക ഊഷ്മാവ് ക്രമാതീതമായി വർദ്ധിക്കുവാൻ കാരണമാകും. കാകഭുജണ്ഡർ പെരുന്നൂൽ കാവ്യം 1000-ൽ അദ്ദേഹം ഗുരുവിനെപ്പറ്റി പറയുന്നത് ഇങ്ങനെ: ഈ ഒരു സാധന നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ വാസി പതിയെ പതിയെ ശരീരത്തിലൂടെ ഓടി ഓടി ഒരു പരിധി വരെ എത്തുന്ന സമയം വാളയത്തായി ദർശനം ലഭിക്കും. വാളയത്തായി തന്നെ ഗുരുവായി നിന്ന് ഉയർന്ന സാധനങ്ങൾ പറഞ്ഞു തന്ന് നമുക്ക് ഒരു ഗുരുവായി കൂടെ നിന്ന് ആത്മീയതയുടെ ഉയർന്ന നിലയിൽ എത്തിക്കുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുന്നു. ഒരാൾ യോഗ്യനാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രകൃതി തന്നെ നമ്മുടെ വളർച്ചയ്ക്ക് കൂടെ വരും. അത് ശരീരമുള്ള ഗുരുവഴിയോ അല്ലെങ്കിൽ ശരീരമില്ലാത്ത ഗുരുവഴിയോ അവൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യിക്കും. ഇതിനൊക്കെ ആവശ്യം നമ്മുടെ ആത്മാർത്ഥത മാത്രമാണ്. വാളയത്തായി ആര് എന്നുള്ള സംശയം നിങ്ങൾക്കുണ്ടാകാം. അതിൻ്റെ മാത്രമായി ഒരു വീഡിയോ വേറെ ചെയ്യാം. ഈ പറഞ്ഞ സാധന ചെയ്യുന്ന ആൾക്ക് ഭയം, സംശയം എന്നിവ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും കാകഭുജണ്ഡർ പ്രത്യേകം പറയുന്നു. കാരണം ഇത്തരം വികാരങ്ങൾ വാസിയോഗത്തെ തടയും എന്നതു കാരണമാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.